രാവിലെ അടുക്കള ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു മട്ട് കാണുന്നല്ലോ. ഇളക്കുകയോ മറിക്കുകയോ ഒന്നും അല്ലേ, പാട്ടും പാടി ചെയ്യാവുന്നതേ ഉള്ളൂ. അതെന്തുവാ? ചീരവിയൽ ഉണ്ടാക്കാൻ ഓ പോകുന്നു. ശരി നടക്കട്ടെ. അതിനായിട്ട് ഈ ചീരയുടെ തണ്ടും ഇലയും ഒക്കെ വേർപെടുത്തി വൃത്തിയാക്കി നന്നായി കഴുകി വെള്ളം വാർന്നു കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മാങ്ങയും പുറന്തരി ചെത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ തണ്ട് വേവാൻ നമുക്ക് കൂടുതൽ സമയം വേണം. അതുകൊണ്ട് കൂടുതൽ സമയം വേണ്ടത് കൊണ്ട് നമ്മൾ കൽച്ചട്ടിയിൽ 1 കപ്പ് വെള്ളമെടുത്ത് തണ്ടും മാങ്ങയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടുപ്പേ വെക്കുന്നു. ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. തിളച്ച് കഴിയുമ്പോൾ തീ അങ്ങ് ലോ ഫ്ലെയിമിലാക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഈ തണ്ട് വെന്തില്ലെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിക്കാം. അപ്പോഴിത് വെന്ത് വരുന്ന സമയത്ത് വെള്ളം കുറച്ച് വറ്റി വരുമല്ലോ, വറ്റി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ഇട്ട് കൊടുക്കണം. ഇല എളുപ്പം വേവുമല്ലോ. എളുപ്പം വേവും, ആവിയിലായത് വേവുന്നത്. ഈ ഇല വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതിൻ്റെ കൂടെ 2 ചെറിയ കഷ്ണം ഉള്ളിയും അല്പം മുളക് പൊടിയും ചേർത്ത് മിക്സിയിലൊന്ന് കറക്കി വെക്കണം. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. 1 സെക്കൻഡ് കഴിയുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യാം. അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് നമുക്കങ്ങ് വാങ്ങി വെക്കാം. ഇത് പറഞ്ഞ പോലെ ഈസിയാണല്ലോ. ഇപ്പം നമ്മുടെ ചീരവിയൽ റെഡി ആയി കഴിഞ്ഞു. പക്ഷേ ഉപ്പ് നോക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മാങ്ങ ഇല്ലെങ്കിലേ നമുക്ക് എന്ത് ചേർക്കാൻ പറ്റും? പുളി ചേർക്കാം. അപ്പം പുളിയും ചേർക്കാം. പിന്നീട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം കേട്ടോ.